ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു യുദ്ധത്തിനെ കുറിച്ചാണ്. ഈ പടത്തിൽ നമ്മുടെ ഫ്രീക്ക് മച്ചാൻ സ്പൈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് മൂപ്പര് ഒരു ഗുണ്ടേ കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ഒരു ചെറിയ ഗുണ്ടാ സംഘം അതിന്റെ ഡോണാവ്. ഒരു ദിവസം നമ്മുടെ ഫ്രീക്ക് മച്ചാന് ജപ്പാനിൽ ഒരാളെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കിട്ടും. എന്നിട്ട് ജപ്പാനിൽ പോവും. പിന്നെ അവിടെ വെച്ചിട്ട് ഒരു വാൾ ഫൈറ്റാണ്. തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല മുട്ടിച്ചുവല്ലോ മേലാകെ. എന്തോന്നടേ ഇത് കാണിക്കണ? അതിന്റെ ബാക്കിൽ നിൽക്കണ അവൻ കുറെ നേരമായി ആ വാളും പൊക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ വെട്ടടില്ല. പിന്നെ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ആ ജപ്പാനിലെ ഡോൺ നൈസായിട്ട് മുങ്ങും. അപ്പൊ നമ്മുടെ ഫ്രീക്ക് മച്ചാൻ ഒരു പാലത്തിന്റെ അവിടേക്ക് പോവും. എന്നിട്ട് ആ പാലം തല്ലി പൊളിച്ചിട്ട് ഒരു കയറുമ്പോ തൂങ്ങിയിട്ട് ഒരു ഹെലികോപ്റ്ററുമ്പോ കയറിയിട്ട് ആ പറന്നിട്ട് ആ വില്ലനെ അങ്ങ് വെടിവെച്ച് കൊല്ലും നമ്മുടെ ഫ്രീക്ക് മച്ചാൻ. എന്നിട്ട് ആ ഹെലികോപ്റ്ററിന്റെ മോളിൽ നിന്ന് ഒരു പാരഷൂട്ട് പോലും ഇല്ലാണ്ട് മൂപ്പര് ചാടും മോളിൽ നിന്ന്. നിനക്ക് വല്ലതും പറ്റിയ? പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ. പിന്നെ കൊട്ടേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ പൈസ വാങ്ങാനായിട്ട് ഫ്രീക്ക് മച്ചാൻ പോകുമ്പോ ഫ്രീക്ക് മച്ചാനെ കുറച്ച് പേര് കിഡ്നാപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് LED ബൾബ് കത്തിച്ചിട്ട് കുറച്ച് ആൾക്കാർ വരും. പിന്നെ LED ബൾബ് കത്തിച്ച് വന്നവര് നമ്മുടെ ഫ്രീക്ക് മച്ചാൻ ഒരു കൊട്ടേഷൻ കൊടുക്കും. ബാക്കിൽ ഒരാളുണ്ട്, അയാളെ പോയി തട്ടടുന്നു. ഫ്രീക്ക് മച്ചാൻ നോക്കുമ്പോ അത് നമ്മുടെ ഫ്രീക്ക് മച്ചാന്റെ സീനിയർ ഓഫീസറാണ്. അപ്പൊ നമ്മുടെ ഫ്രീക്ക് മച്ചാൻ ഒരു ഗുണ്ടയെന്നറിയുമ്പോ സീനിയർ ഓഫീസറിന് കലിപ്പാവും. പിന്നെ ഫ്രീക്ക് മച്ചാൻ ആശാനെ കൊല്ലാനായിട്ട് പുറത്തേക്ക് പോവും. പിന്നെ ഫ്രീക്ക് മച്ചാന്റെ ആശാനെ കാരണം എങ്ങാനും ഫ്രീക്ക് മച്ചാൻ കൊന്നില്ലേന്ന് ടെൻഷൻ അടിച്ചിട്ട് വില്ലന്മാര് കുറച്ച് ആൾക്കാരെ കൂടെ അയക്കും. എന്നിട്ട് ഫ്രീക്ക് മച്ചാൻ ആശാനെ കൊല്ലാനായിട്ട് പോവും. പിന്നെ ഫ്രീക്ക് മച്ചാൻ സീനിയർ ഓഫീസറിനെ കൊന്ന കാര്യം മിലിറ്ററിക്കാർ അറിയും. എന്നിട്ട് ഫ്രീക്ക് മച്ചാനെ കൊല്ലാനായിട്ട് ഫ്രീക്ക് മച്ചാനെക്കാളും വലിയൊരു അപരാധത്തിനെ തന്നെ അയക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു അപരാധത്തിനെ അയക്കും. ഇനി നമ്മുടെ അപരാധക്കുട്ടന്റെ എൻട്രിയാണ് ഗൈസ്. കുറച്ച് മിലിറ്ററിക്കാരെ കുറച്ച് ആൾക്കാർ കിഡ്നാപ്പ് ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ അപരാധക്കുട്ടൻ പോയിട്ട് രക്ഷിക്കും. എങ്ങനെയാണെന്നറിയോ? ഒരു ഫൈറ്റർ ജെറ്റിന്റെ മുകളിൽ തൂങ്ങി പോയിട്ട് രക്ഷിക്കും. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. പിന്നെ നമ്മുടെ ഫ്രീക്ക് മച്ചാൻ ഒരു പാരഷൂട്ട് പോലും ഇല്ലാണ്ട് അവിടുന്ന് ചാടും. എന്നിട്ട് ഒന്നും പറ്റില്ല. പിന്നെ VFX ബോഡിയൊക്കെ കാണിക്കും. ഇത്ര കയറ്റിൽ നിന്ന് ചാടിയിട്ട് എന്താ ഒന്നും പറ്റാത്തതെന്ന് ചോദിച്ചത് ഒരു പേട്ടപ്പടാണ്. പിന്നെ നമ്മുടെ അപരാധക്കുട്ടൻ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ട് അവിടെ ഉള്ളവന്മാരെയൊക്കെ ഇടിച്ചു കൂട്ടും. പിന്നെ ഒരുത്തം ബസൂക്ക വെച്ച് ഷൂട്ട് ചെയ്യുമ്പോ അത് അവൻ തട്ടിക്കളയും. പിന്നെ പഞ്ചായത്തിലുള്ള ആൾക്കാരൊക്കെ ഇടിച്ചു കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ണൻ ആ ഷിപ്പിന്റെ മോളിൽ നിന്ന് ഒരു ചാട്ടങ്ങ് ചാടും. പിന്നെ ആ മിലിറ്ററിക്കാരും കൊണ്ട് നമ്മുടെ അപരാധക്കുട്ടൻ അവിടെ നിന്ന് പോവും. പിന്നെ ഇങ്ങേർക്ക് ഒരു പുതിയൊരു മിഷൻ കിട്ടും നമ്മുടെ ഫ്രീക്ക് മച്ചാനെ പിടിക്കാനായിട്ട്. എന്നിട്ട് ഇങ്ങേര് ഫ്രീക്ക് മച്ചാനെ പിടിക്കാനായിട്ട് സ്പെയിനിക്ക് പോവും. പിന്നെ ഒരു മിനി കൂപ്പറും ഹമ്മറും തമ്മിലുള്ള ഒരു ചേസാണ്. പിന്നെ അവസാനം ഹമ്മറിനെ ആ മിനി കൂപ്പർ ഇടിച്ച് തെറിപ്പിക്കും. ചേട്ടാ അപമാനിച്ചെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. പിന്നെ നമ്മുടെ അപരാധക്കുട്ടൻ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് വന്നിട്ട് ഒരു ഷോട്ട് ഗൺ എടുത്തിട്ട് ഇത്ര ദൂരെയുള്ള ഫ്രീക്ക് മച്ചാനെ വെടിവെക്കും. പിന്നെ ഫ്രീക്ക് മച്ചാൻ ആ കാറും കൊണ്ട് ട്രെയിനിന്റെ മോളിക്ക് ചാടും. എന്നിട്ട് ട്രെയിനിന്റെ മോളിൽ നിന്നിട്ടാണ്ടൊക്കെ കോപ്രായം കാണിക്കും. എന്നിട്ട് ഈ മിനി കൂപ്പറൊക്കെ വെച്ച് നിന്നിട്ടാണ്ടൊക്കെ കാട്ടിയിട്ട് ആ ട്രെയിനൊക്കെ ഇടിച്ച് പൊട്ടിക്കും. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ അപരാധക്കുട്ടന് നമ്മുടെ ഫ്രീക്ക് മച്ചാൻ എവിടെ ഉള്ളതെന്നുള്ള ഇൻഫോർമേഷൻ കിട്ടും. എന്നിട്ട് ആ സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് അയാളെ പിടിക്കാണ്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഡാൻസ് കളിക്കും. പിന്നെ ഡാൻസ് പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രീക്ക് മച്ചാനും അപരാധക്കുട്ടനും കൂടി ഒരു പ്ലെയിനിന്റെ മോളിൽ കയറിയിട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടും. ഒരു ഓക്സിജൻ മാസ്കോ റോപ്പോ ഒന്നില്ലാണ്ടാണ് ഇങ്ങനെ ഈ പ്ലെയിനിന്റെ മോളിൽ കയറി നിൽക്കണം. എന്നിട്ട് എന്തിട്ടൊക്കെയോ കാണിക്കും. ഒരു മര്യാദ വേണം. പിന്നെ ഒരു ടെസ്റ്റാണ് ഗൈസ്. നമ്മുടെ ഈ അപരാധക്കുട്ടൻ ഉണ്ടല്ലോ, ഈ സിനിമയിലെ വില്ലനാണ്. നേരത്തെ LED ബൾബ് കത്തിച്ച് വന്ന ആൾക്കാരുടെ കൂടെയുള്ള ആളാണ് നമ്മുടെ ഈ അപരാധക്കുട്ടൻ. പിന്നെ അതും പോരാണ്ട് നമ്മുടെ ഫ്രീക്ക് മച്ചാനും അപരാധക്കുട്ടനും ചെറുപ്പത്തിൽ ഫ്രണ്ട്സ് ആയിരുന്നു. എന്നിട്ട് അതിന്റെ ഫ്ലാഷ് ബാക്കും കാട്ടിയിട്ട് നമ്മളെ വെറുപ്പിക്കും. അതെന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ചെറുപ്പത്തിൽ കള്ളന്മാരായിരുന്നു. ഒരു ദിവസം വാച്ച് കടയിൽ നിന്ന് വാച്ച് അടിച്ചു മാറ്റുന്ന സമയത്ത് പോലീസുകാർ ഇവരെ പിടിക്കും. പിന്നെ നമ്മുടെ ഫ്രീക്ക് മച്ചാനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യും. ആ സമയത്ത് നമ്മുടെ അപരാധക്കുട്ടൻ വന്നിട്ട് എന്നെയും കൂടി അറസ്റ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ എന്നെ ഇവിടുത്തെ കൺവിൻസിങ് സ്റ്റാർ ആക്കുമെന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും ജയിലിലാവും.
പിന്നെ ആ ജയിലിൽ മറ്റേ മിലിറ്ററിക്കാരൻ വന്നിട്ട് ആ ജയിലിലുള്ള കള്ളന്മാരായിട്ടുള്ള പിള്ളേരെയൊക്കെ പിടിച്ചിട്ട് മിലിറ്ററിയിൽ ചേർക്കാനായിട്ട് തീരുമാനിക്കും. വെറുതെ അല്ല, ഈ യൂണിവേഴ്സിലുള്ള മിലിറ്ററിക്കാരെല്ലാവരും കള്ളന്മാരായി പോയേ. പിന്നെ മറ്റേ മിലിറ്ററിക്കാരെ നമ്മുടെ അപരാധക്കുട്ടനെ ഒഴിവാക്കിയിട്ട് ഫ്രീക്ക് മച്ചാനെ മിലിറ്ററിയിൽ എടുക്കുമെന്ന് പറയും. പിന്നെ ഈ കാര്യം അപരാധക്കുട്ടൻ അറിയുമ്പോൾ ഫ്രീക്ക് മച്ചാനോട് പോണ്ടെന്ന് പറയും. ഫ്രീക്ക് മച്ചാൻ അപ്പോൾ അപരാധക്കുട്ടനോട് ഈ ജയിലിലെ കമ്പി എണ്ണിരിക്കി എനിക്ക് മിലിറ്ററിയിൽ പോകണമെന്ന് പറയും. എന്നിട്ട് നമ്മുടെ അപരാധക്കുട്ടൻ ആ ജയിലിൽ ചാടി പോവും. ഇത് എന്നിട്ടാണ് അവന് ജയിലിൽ ചാടാൻ വേണ്ടി ഇവർ അറേഞ്ച് ചെയ്ത് കൊടുത്തതാണോ? അങ്ങനെ ഈ ഫ്ലാഷ് ബാക്ക് കഴിയും. പിന്നെ നമ്മുടെ ഫ്രീക്ക് മച്ചാൻ അന്വേഷിക്കാനായിട്ട് കയറ ചേച്ചി പോവാന്ന് സീനിയർ ഓഫീസറിനോട് പറയും. എന്നിട്ട് കയറ ചേച്ചി പോയിട്ട് നമ്മുടെ ഫ്രീക്ക് മച്ചാനെ കണ്ടിട്ട് ഒരു നന്മമരമാക്കി മാറ്റും. ഇപ്പൊ മോഷ്ടിക്കത്തില്ല, സുഗതൻ ഒരു പുതിയ ജീവിതം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഫ്രീക്ക് മച്ചാൻ നമ്മുടെ അപരാധക്കുട്ടനെ പോയി കണ്ടിട്ട് നീ എൻ്റെ പോലെ നന്മമരാവും, നമുക്ക് ഈ ഗുണ്ടാ പരിപാടി നിർത്താന്ന് പറയും. അപ്പൊ നമ്മുടെ അപരാധക്കുട്ടൻ അതെനിക്ക് പറ്റില്ല എന്ന് പറയും. പിന്നെ നമ്മുടെ അപരാധക്കൂട്ടന് ഫ്രീക്ക് മച്ചാനും കൂടിയിട്ട് സ്പീഡ് ബോട്ടിൽ ഒരു അപരാധം കാണിക്കും. പിന്നെ നമ്മുടെ അപരാധക്കൂട്ടൻ ആ സ്പീഡ് ബോട്ട് F1 ട്രാക്കിലേക്ക് കയറ്റിയിട്ട് റേസിന് പോവും. വിട്ടില്ല പഠിച്ചോനെ നിങ്ങള് കാത്തോളി എന്റെ അമ്മയെ നാട്ടിച്ച്. പിന്നെ F1 ട്രാക്കിൽ വെറുപ്പിക്കൽ കഴിയുമ്പോൾ അപരാധക്കൂട്ടനും ഫ്രീക്ക് മച്ചാനും കൂടിയിട്ട് മഞ്ഞുമലയ്ക്ക് പോവുക. എന്നിട്ട് മഞ്ഞുമലയിൽ പോയിട്ട് തല്ലുണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് അപരാധക്കൂട്ടനെ ഇടികൊണ്ട് പടവാറായിപ്പോൾ നമ്മുടെ അപരാധക്കൂട്ടൻ പറയും എൻ്റെ ഫാൻസിന് വിഷമോടെ എന്നെ കൊല്ലല്ലേ എന്ന് പറയും. പിന്നെ ഇവർ രണ്ടുപേരും നന്മമരാവും. പിന്നെ എന്നാ LED ബൾബും കത്തിച്ച് വന്നിട്ട് മറ്റേ മിലിറ്ററിക്കാരനെ കൊല്ലേണ്ടി വന്നില്ലേ, ആ ഗ്യാങ്ങിനെ എല്ലാവരും ഇവർ രണ്ടുപേരും കൂടി പോയിട്ട് ഇടിച്ചു കൊല്ലും. അങ്ങനെ പടം കഴിഞ്ഞു.